ഹായ് ഓൾ, ലിയാക്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഓണം സെലിബ്രേഷൻ ഞങ്ങൾക്ക് 5 days സെലിബ്രേഷൻ ആയിരുന്നു. അത് ഇനാഗ്രേറ്റ് ചെയ്തത് പ്രൊഫസർ PA മാത്യു സാർ ആയിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് 3 days സാരി വിത്ത് സെയിം കളറായിരുന്നു കേട്ടോ സെലക്ട് ചെയ്തത്. ഫസ്റ്റ് ഡേ ഗ്രീൻ, സെക്കൻഡ് ഡേ ബ്ലൂ, തേർഡ് ഡേ റെഡ്. ഫസ്റ്റ് ഡേ ചീറ്റിയെങ്കിലും ബാക്കിയുള്ള ദിവസം ഞങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇതിൽ. എക്സിബിഷൻ, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഔഷധ സസ്യങ്ങൾ, മിഠായികൾ, അങ്ങനെ കുറച്ച് എക്സ്പെരിമെൻറ്റുകൾ, അതായത് 8 മുതൽ +2 വരെയുള്ള സ്റ്റുഡൻസിന് അവരെ പാഠഭാഗങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സുകൾ, പിന്നെ ഞങ്ങളുടെ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ, ഇതെല്ലാമാണ് ഞങ്ങൾ എക്സിബിഷന് വെച്ചിരുന്നത്. അപ്പോൾ ഓരോ റൂമിൽ ഞങ്ങൾ ഓരോ പേരിട്ടു. എക്കോസ് ഓഫ് ദ പാസ്റ്റ്, മൈൻഡ് മാരത്തോൺ, ക്വിസ് നെസ്റ്റ്, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ എക്സിബിഷൻ വന്നിരിക്കുന്നത്. അവർ ഈ കാണുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ അവരുടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം, സ്മാർട്ട് വെഹിക്കിള്, മോട്ടോർ പ്രിൻസിപ്പിൾ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, റെസ്ക്യൂ റോബോട്ട്, ഇതൊക്കെയായിരുന്നു ഞങ്ങൾ പ്രധാനമായിട്ടും എക്സിബിഷനിൽ വെച്ചത്. പിന്നെ ഒരു ക്വിസ് കോർണർ തന്നെ സെറ്റ് ചെയ്തു. ക്വിസ് കോർണറിൽ പല ഐറ്റംസ്, ക്വിസ് നെസ്റ്റ് ആയാലും സയൻറ്റിസ്റ്റ് നെയിം ആയാലും, അതുപോലെ തന്നെ കവികളുടെ പേരുകൾ, അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അങ്ങനെയുള്ളവരുടെ അവരുടെയൊക്കെ പേര് ഐഡൻറ്റിഫൈ ചെയ്യുക, ഫോട്ടോ ഉണ്ട് പേരെഴുതിയിടുക. പിന്നെ മാത്സ് റിലേറ്റ് ചെയ്ത് ഞങ്ങൾ കുറച്ച് ജാമിതീയ രൂപങ്ങൾ ഫെമിലിയർ ആക്കുക. അതുപോലെ തന്നെ അതിന് ശേഷം അവസാനം കുട്ടികൾക്കൊരു രസത്തിനൊരു അടിക്കുറിപ്പ്, ഏറ്റവും മികച്ച അടിക്കുറിപ്പിന് ഏറ്റവും അടിപൊളി ഒരു സമ്മാനദാനമൊക്കെ ഞങ്ങൾ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ ചെയ്തിരുന്നത്. പിന്നെ ഇതെല്ലാം ഈ ഒരു എക്സ്പെരിമെൻറ്റ്സുകളെല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് എല്ലാവർക്കും ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത്. വന്നവർക്ക്, ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങളുടെ എക്സിബിഷൻ പോയത് കംപ്ലീറ്റ് 3 days ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതിനുശേഷം ഒരു ചെറിയൊരു ഫോട്ടോ കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് അവിടെ ഫോട്ടോസായിരുന്നു. എന്തുവരും ഫോട്ടോസ് എടുക്കാൻ നമ്മളാരും പിറകിലല്ലല്ലോ. അങ്ങനെ ഇതെല്ലാം ചെയ്തത് ഞങ്ങളുടെ സ്റ്റാഫുകൾ തന്നെയാണ് കേട്ടോ. ഈ ക്രാഫ്റ്റ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തത്, അതായത് ഫോട്ടോ കോർണർ സെറ്റ് ചെയ്യുന്നതായാലും, ഇത് ഓരോന്നും, അതായത് ഔഷധ സസ്യങ്ങൾ കൊണ്ടുവയ്ക്കുന്ന കാര്യത്തിലായാലും, ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്ന കാര്യത്തിലായാലും, നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അലങ്കരിക്കുന്ന കാര്യത്തിനായാലും അവരെല്ലാം തന്നെയായിരുന്നു മുൻപന്തിയിൽ നിന്നതും. പിന്നെ ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടർ ഐവറ്റ് മേഡോ ആയിരുന്നു. പിന്നെ എന്തോരം നല്ല സുന്ദരികളായിട്ട് ഒഴുകി വന്നതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ചെറിയ റീലൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും സുരഭിയുടെ നേതൃത്വത്തിലായിരുന്നു മൈലാഞ്ചി ഇടലുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള താമരയാണ് ഞങ്ങളെല്ലാവരും ഇട്ടത്. പിന്നെ സെൽഫി സെക്ഷൻ പറയേണ്ട കാര്യമല്ലോ, സെൽഫിയോട് സെൽഫി ആയിരുന്നു. 3 days ഞങ്ങൾ സെൽഫി തന്നെ ഫോക്കസ് ചെയ്തു. അതിനുശേഷം അടിപൊളി എനിക്ക് തോന്നുന്നു ഒരു 2-3 റീലൊക്കെ എടുത്തു. 2-3 റീലെടുത്തു. പിന്നെ ഔട്ട്ഡോർ പ്രോഗ്രാം ഡേ ഞങ്ങളെല്ലാവരും ധാവണി സെറ്റ് ചെയ്തത്. അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം ഓണ പ്രോഗ്രാമുകളായിരുന്നു. സ്പൂണി നാരങ്ങോണ്ടോട്ടം, സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, പിന്നെ കസേര കളി. അന്ന് ഞങ്ങൾ ശരിക്കും ആഘോഷിച്ചു കേട്ടോ, തകർത്തു തിമിർത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഇതിനെല്ലാം സപ്പോർട്ടായിരുന്നു, അവരെല്ലാം ആക്റ്റീവായിരുന്നു. പിന്നെ ഒരു DJ കോർണർ അവർ അടിച്ചു പൊളിച്ചു. പിന്നൊരു കുഞ്ഞ് ഫോട്ടോ സെക്ഷനായിരുന്നു. ഫോട്ടോ സെക്ഷനിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും എല്ലാവരും നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു അത്തത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട്. പിന്നെ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും സെറ്റ് സാരി ആയിരുന്നു. തുടങ്ങിയത് തന്നെ ഞങ്ങളൊരു അടിപൊളി തിരുവാതിരയിൽ നിന്നായിരുന്നു. ഞങ്ങൾ തിരുവാതിര എന്തായെന്ന് അറിയണമെങ്കിൽ ഞാൻ ചെറിയൊരു ഷോർട്സ് തിരുവാതിരയെ പറ്റി ചെയ്തിട്ടുണ്ട്. അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്തായെന്ന്. പിന്നെ ഞങ്ങളൊരു മലയാളി മംഗ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞു മാവേലി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥുലാണ്, അവനാണ് മാവേലിയായിട്ട് വേഷം കിട്ടിയത്. പിന്നെ ഞങ്ങളുടെ മലയാളി മംഗ കോമ്പറ്റീഷനിൽ പേരൻസും എല്ലാവരും പങ്കെടുത്തു കേട്ടോ. പിന്നെ ഒരു ഓണസദ്യയും കുറേ സെൽഫീസും പിന്നെ 2 റീൽസും ഒക്കെ എടുത്തിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഞങ്ങൾ അടിപൊളിയായിട്ട് അവസാനിപ്പിച്ചു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കേറ്ററ്റിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം വേറെ എക്സാം ടെൻഷനൊന്നും ഇല്ലാതെ കേറ്ററ്റ് എഴുതാൻ പറ്റിയൊരു അവസരമാണ്. നമ്മുടെ ലിയാക്റ്റിൽ കേറ്ററ്റ് ബാച്ച് റണ്ണിങ് ആണ്. ജോയിൻ സൂൺ.
പിന്നെ ടാറ്റാ ബൈ ബൈ.